ഹലോ, ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ബോ ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് ഷീറ്റ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ലെതർ ഷീറ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ള സ്റ്റെൻസിൽ ഈ ഒരു സ്റ്റെൻസിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 4 പീസ് വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടില്ല. ഇത് കാറ്റലോഗിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിലെല്ലാത്തിലും വരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഡബിൾ കളറൊക്കെ ആയിട്ട് ചെയ്യാം. ഞാനിതെല്ലാം ഒരു ഷീറ്റിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്, ഒരു കളറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. പേന യൂസ് ചെയ്യരുത്. ഒന്നുകിൽ പെൻസിൽ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്തിട്ട് വരക്കാൻ നോക്കുക. കാരണം പേനൊക്കെ യൂസ് ചെയ്ത് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് പിന്നെ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പേനയുടെ കളർ അതിൽ കാണും കേട്ടോ, മഷി അതിൽ കാണും. അപ്പോൾ അതൊക്കെ നല്ലത് ഇങ്ങനെ പെൻസിൽ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് ഓരോന്നും നമ്മൾ വരച്ചെടുക്കുക. പീസും അതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ഷീറ്റ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അല്ല 2 ഷെയ്ഡൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കളർ കട്ട് ചെയ്യുക, അതിനുശേഷം വേറെ കളർ കട്ട് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഇട്ടത് തന്നെ ഇതിൽ, അതുപോലെ രണ്ടാമതിട്ടത് ഈ ഒരു ഷീറ്റിലും കട്ട് ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾക്ക് വെക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഇത് നമ്മളിനി അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യം ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കുക, ഇതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ വെക്കുക കേട്ടോ. ഗ്ലൂ തേച്ച് ഒട്ടിക്കുക. പീസും അതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ഷീറ്റ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അല്ല 2 ഷെയ്ഡൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കളർ കട്ട് ചെയ്യുക, അതിനുശേഷം വേറെ കളർ കട്ട് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഇട്ടത് തന്നെ ഇതിൽ, അതുപോലെ രണ്ടാമതിട്ടത് ഈ ഒരു ഷീറ്റിലും കട്ട് ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾക്ക് വെക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഇത് നമ്മളിനി അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യം ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കുക, ഇതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ വെക്കുക കേട്ടോ. ഗ്ലൂ തേച്ച് ഒട്ടിക്കുക. ഇതിൻ്റെ നടുവിൽ ഗ്ലൂ തേക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ കറക്റ്റായിട്ട് വെക്കുമ്പോൾ കണ്ടോ, 2 ഭാഗത്തേക്കും ഇതിങ്ങനെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ വരും. ഇനി ഈ ഒരു പീസിൽ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് 2 ഭാഗം ഒട്ടിച്ചെടുക്കും. ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്തിൽ ഇങ്ങനെ വെച്ചാൽ ഈ ഒരു പുറം ഭാഗം കാണും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പുറത്തെ ഭാഗം വെക്കുക കേട്ടോ. അങ്ങനെ ഏത് ഭാഗമാണോ നല്ല രീതിക്ക് നിൽക്കുന്നത് ആ ഭാഗം വെക്കുക. ഇനി ഈ ഭാഗമാണ് നല്ല വൃത്തിയിൽ കാണുന്നതെങ്കിൽ ഈ ഭാഗം വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുവിലും കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഇതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് ബോയാണ് കേട്ടോ. നല്ല എന്നാലും അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, മീഡിയം സൈസ് തന്നെയാണ്. ഇനി അടുത്തത് നമ്മൾ ഇങ്ങനെ ഈ ഒരു ബോൻ്റെ പോലെ ഇതിൻ്റെ നടുവിലും കുറച്ച് ഗ്ലൂ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ B7000 ആയത് കാരണം കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് പിടിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒട്ടിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതായത് കാരണം കൊണ്ട് ഒന്നെങ്കിൽ പിടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കൊരു അലിഗേറ്റർ ക്ലിപ്പ്, നമുക്ക് പിടിക്കാനും ബുദ്ധിമുട്ട്, കുറച്ച് നേരമൊക്കെ പിടിച്ചിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളവർ ഒരു അലിഗേറ്റർ ക്ലിപ്പൊക്കെ ഇതിൻ്റെ ഇവിടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം, ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് നടുവിൽ വെക്കാനൊരു പീസ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് സെയിം ഷീറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിൽവറോ ഗോൾഡ് ആ ഒരു കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഷോ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഗോൾഡൻ കളർ വെക്കാമെന്നാണ് കരുതുന്നത് കേട്ടോ.
അപ്പോൾ നമുക്ക് ഈ ലെതർ ഷീറ്റിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ലെതർ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഫോം ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഗ്ലിറ്റർ പോകാത്ത ഫോം ഷീറ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഗ്ലൂ കണ്ടോ, ഗ്ലൂ നമ്മുടെ കയ്യുമായാൽ അത് വെച്ചിട്ട് നമ്മൾ അതുമ്മേ ടച്ച് ചെയ്താൽ എന്തായാലും ആ ഭാഗത്തെ നമ്മുടെ ഗ്ലിറ്റർ പോരും കേട്ടോ. ഇപ്പോൾ ഞാനപ്പോൾ നടുഭാഗം കുറച്ച് നേരം പിടിച്ചത് കാരണം കൊണ്ട് ആ നടുവത്തെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ നടുഭാഗം ഇങ്ങനൊരു പീസ് വെച്ച് കൊടുക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ വല്ലാതെ പശ നിങ്ങളുടെ കൈമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഞാൻ ഈ യൂപ്പിനി മെല്ലെ എടുത്ത് മാറ്റി. ഇനി ഇതിൻ്റെ നടുവിൽ ഗ്ലൂ തേച്ച് കൊടുക്കുക കേട്ടോ. ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിലോ ഹെയർ ബാൻഡോ നെയിലോൺ ബാൻഡോ ഏതിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ.